എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ സംസ്കാരം തന്നെ പ്രായമായവരെ ബഹുമാനിക്കുന്നതും സംരക്ഷിക്കുന്നതിനുമൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങളുടെയും പുറകിൽ വളരെ അധ്വാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ ചില കരങ്ങളുണ്ട്. അത് നമ്മുടെ പ്രായമായ ആളുകളുടെയാണ്. ഇന്നിപ്പം യുവാക്കൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ശതമാനം ആളുകൾക്ക് ജോലിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ അതിഭയങ്കരമായി അധ്വാനിച്ച ഒരു തലമുറയുണ്ട്. ആ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു സംഘടന ഒന്നും വേണമെങ്കിലില്ലെന്ന് പറയാം. എന്നാൽ ആ ഒരു സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആ പ്രായത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അധികമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നാണ്. ഞാൻ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ മിക്കവാറും ഒക്കെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. വളരെ അഭിമാനത്തോടെ പങ്കെടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമി ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു കാലഘട്ടത്തിൽ വൃദ്ധന്മാരായി മാറും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ആവശ്യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വൺ ഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വെക്കുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും 10,000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണം എന്നൊരാവശ്യമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. നമ്മളതൊന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 50-50.5 ലക്ഷം ആളുകൾ ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെന്നാണ് നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കുന്നത്. കാരണം ഈ 50-50.5 ലക്ഷം ആളുകൾക്ക് ഈ 1,600 രൂപ വെച്ചുള്ള പെൻഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നതാണ് ആ കണക്കിൻ്റെ അടിസ്ഥാനം. ബാക്കിയുള്ളവർ സർക്കാരിൻ്റെ പെൻഷൻ ഒക്കെ ലഭിക്കുന്നവരാണ്, സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന വിവിധ തലത്തിൽ. അപ്പോൾ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, ആ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഗവൺമെൻറ്റിന് ഇത് നടത്തിയെടുക്കാം എന്നത് ഒരു പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, ഉദ്യോഗസ്ഥന്മാരുടെയും MLA-മാരുടെയും MP-മാരുടെയും എല്ലാം പെൻഷൻ ഏകീകരിച്ച് ഇതൊരു 20,000-ന് മുകളിലേക്ക് പോകാത്ത രീതിയിൽ സീൽ ചെയ്യണം. കാരണം പെൻഷൻ എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ സമ്പാദിക്കാൻ വേണ്ടിയല്ല. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു, വൺ ഇന്ത്യ വൺ പെൻഷൻ ചോദിക്കുന്നത് ആ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് 10,000 രൂപയെങ്കിലും പെൻഷൻ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചു, KV തോമസിന് ഒരു മാസം ഏതാണ്ട് 33 ലക്ഷം രൂപയോളം കൊടുക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഈ 33 ലക്ഷം രൂപ 10,000 രൂപ വെച്ച് വീതിച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം 330 പേർക്ക് കൊടുക്കാം. ഇതുപോലെ ഒന്നിലധികം പെൻഷനുള്ളവരുണ്ട്, ധാരാളമുണ്ട്. KV തോമസിന് തന്നെ പല രീതിയിലുള്ള പെൻഷനുണ്ട്. ഇതുപോലെ MLA-മാർക്ക്, MP-മാർക്ക്, പേഴ്സണൽ സ്റ്റാഫുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ഇങ്ങനെയുള്ളവരുടെ എല്ലാം പെൻഷൻ, ഒറ്റ പെൻഷൻ അതൊരു 20,000 ലെവലിലേക്ക് അത് സീല് ചെയ്യത്തക്ക രീതിയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ പ്രായമായവരെയും കൂടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഈ പേഴ്സണൽ സ്റ്റാഫിനൊക്കെ ഈ സെപ്പറേറ്റ് എന്നുള്ള പെൻഷൻ മാറ്റിയിട്ട് അവരെ എല്ലാം ഈ 60 വയസ്സിന് മുകളിലേക്ക് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആൾക്ക് 10,000 രൂപ വെച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇത് മുന്നോട്ട് നടത്താൻ പറ്റും. അഴിമതി കൃത്യമായിട്ട് തുടച്ചു നീക്കണം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജോലിക്കാരുടെ എണ്ണം ഒരു 4-1 കുറയ്ക്കണം. ജോലിക്കാരുടെ എണ്ണം 4-1 കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ഓഫീസുകളിൽ നടക്കുന്ന ജോലികൾ അവർക്ക് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാനേ പാടില്ലെന്നുള്ള സത്യം. സ്പീഡ് കൂടിയ നെറ്റ് ഇല്ല. നമ്മളവിടെ ഓഫീസുകളിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു ഇപ്പം നെറ്റില്ല, പിന്നെ നെറ്റില്ല, നാളെ കഴിഞ്ഞ് വാ. ഇതെല്ലാം മാറിയിട്ട് ഇതേ സമയത്ത് തന്നെ IT ജോലി ചെയ്യുന്ന കുട്ടികൾ ഇവിടെ വീടുകളിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് നെറ്റിനും പ്രശ്നമില്ല, അവർക്ക് ജോലിക്കും തടസ്സമില്ല, അവർക്ക് ബാക്കി കാര്യത്തിനും തടസ്സമില്ല, ഈ സാധനം കിട്ടാനുണ്ട്. അതുപോലെ പൊതുമേഖല നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കണം. നിന്നുപോയതെല്ലാം പുനരാരംഭിച്ച് സ്വകാര്യവൽക്കരിക്കണം. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വരെ സ്വകാര്യവൽക്കരിച്ചേ മതിയാവും. കൃഷിയും ഈ വിഷമില്ലാത്ത ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയ ഈ ഹോസ്പിറ്റലുകളിൽ കൂടെയൊക്കെ വലിയ തുകയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഒഴിവായി കിട്ടും. വ്യാപാര വ്യവസായങ്ങൾ വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടണം. അങ്ങനെ 50.5 ലക്ഷം ആളുകൾക്ക് മാസം 10,000 രൂപ വെച്ച് കൊടുക്കാൻ തുടങ്ങിയാൽ ഇവരുടെ കിട്ടുന്ന പണം ഇവരേക്കാളും ബാങ്കുകളിലോട്ടൊന്നും കൊണ്ടിടുകയില്ല. ഇവർ 10-15 ദിവസത്തിനുള്ളിൽ ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 10,000-ൻ്റെ ഒരു 18% 20% GST ആയിട്ട് തന്നെ സർക്കാരിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ
അത് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ സകല മേഖലയും ഉണരും എന്നതിനാൽ ഇത് ഉടനടി നടപ്പി വരുത്തണം എന്ന് കേരളം മുഴുവനുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി നവംബർ മാസം 29-ാം തീയതി കൊല്ലം ജില്ലാ മീറ്റിംഗ് നടക്കുകയുണ്ടായി. കുറേയധികം ആളുകൾ പങ്കെടുത്തു. ഒരു റാലി സംഘടിപ്പിച്ചു. റാലിക്ക് ശേഷം ഒരു പൊതുയോഗമുണ്ടായിരുന്നു. പൊതുയോഗത്തിൽ അതിൻ്റെ സംസ്ഥാന നേതാക്കളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാനും അവിടെ സംസാരിക്കാൻ ഇടയായി. അതെല്ലാം ഇതിന് ബാക്കിയായി മുന്നോട്ട് കാണിക്കാം. എന്താണെങ്കിലും ഇത് നമ്മളെ എല്ലാവരുടെയും, ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്, ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയവുമില്ല. ഇത് നമ്മളെല്ലാവരും കടന്നു പോകേണ്ട ഒരു സാഹചര്യവും നമ്മുടെ ആവശ്യവുമായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ അവരുടെ പ്രായമുള്ളവരെ, അവരെ 65 വയസ്സാണ് പെൻഷൻ എന്നാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ആയുസ്സുള്ളവരാണ് അവർ. 65 വയസ്സ് തൊട്ട് അവരുടെ ആളുകൾ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ അവരെ എല്ലാ സംവിധാനവും കൊടുത്ത് ഗവൺമെൻറ് തന്നെ സംരക്ഷിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്കായി വരണമെങ്കിൽ ദീർഘകാലം വേണ്ടി വരും. എങ്കിൽ പോലും ഇപ്പോൾ ഈ ആശയം ശക്തമായി പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി പോരാടുകയും, അത് 50.5 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്ക് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ വാർഡുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ, ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ 220ഓളം വോട്ടുകൾ ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയവും കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സ്വതന്ത്ര ഭാരതം കണ്ട പ്രസ്തുത സമ്മേളനത്തിൽ ഇന്നാട്ടിലെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ നടപ്പിലാക്കാവുന്ന ഏറ്റവും ലളിതമായ മാർഗം മഹാരാജ്യത്ത് 60 വയസ്സ് കഴിയുന്നവർക്ക് തുച്ഛമായ പെൻഷൻ കൊടുക്കുമ്പോൾ 1600 രൂപയാണ് നമ്മുടെ കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിത പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യം രാഷ്ട്രീയക്കാർക്കും നമ്മളെ ഭരിക്കുന്ന ഭരണകൂടത്തിനും അറിയാവുന്നതാണ്. പക്ഷേ അവർ ഒരു ചലനം പോലും സൃഷ്ടിക്കുവാൻ കഴിയാതെ വാർദ്ധക്യത്തിലാകുന്നവരെ തള്ളിക്കളയുന്ന മനോഭാവത്തിലാണ് നമ്മുടെ ഓരോ ഭരണ സംവിധാനവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ശബ്ദമുയർത്തുവാൻ വേണ്ടി കൊല്ലം ജില്ല ഒരുക്കുന്ന ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള പല അസംബ്ലി മണ്ഡലത്തിൽ നിന്നും വന്നു ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തീർക്കുവാൻ ആവശ്യമായ പെൻഷൻ നൽകുക എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടമയാണ്, പൗരന്റെ അവകാശമാണ്. പെൻഷൻ എന്നത് വാർദ്ധക്യത്തിൽ മാന്യമായി ജീവിക്കുവാൻ വേണ്ടി സർക്കാർ നൽകുന്ന ജീവനാംശമാണ്. പെൻഷൻ നമ്മുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. പെൻഷൻ ജീവിക്കുവാൻ വേണ്ടിയാണ് നൽകേണ്ടത്, മറിച്ച് സമ്പാദിക്കുവാൻ അല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതിനതീതമായി സകല ജനവിഭാഗങ്ങളും പങ്കെടുക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒരു പെൻഷന് ആവശ്യമുണ്ട് എന്ന് നടക്കുന്ന വാർഷിക പൊതുയോഗം കുമ്മൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രസ്തുത യോഗത്തിലേക്ക് സ്നേഹിതരെ പ്രിയ
വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത വ്ളോഗർ ശ്രീ സജി തോമസ് സംസാരിക്കുന്നു. സമ്മേളനത്തിൽ ബ്ലോഗറായ ശ്രീ ഭഗത് നോർത്ത്, കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ രാജ്യത്തു നിന്ന് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം വൺ ഇന്ത്യ വൺ പെൻഷൻ. ഇന്ത്യ മഹാരാജ്യത്തെ ദാരിദ്ര്യ വിമുക്തമാക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, സർക്കാരുകൾക്ക് ഒരേ സ്വരത്തിൽ പറയുന്നു, 10,000 രൂപ പെൻഷൻ വേണം. സിന്ദാബാദ്. പെൻഷൻ ഞങ്ങളുടെ അവകാശം, ഔദാര്യമല്ല സർക്കാരെ. രാഷ്ട്രീയ പേര് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിപ്പിക്കുന്നത് നിർത്തലാക്കുക. ആ പണി ഇനി നടത്തുകയില്ല. ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. തുല്യ പെൻഷൻ ഭരണഘടന നൽകുന്ന ഏതൊരു പൗരന്റെയും അവകാശം. അതാണ് നീതിന്യായം. തുല്യനീതി, തുല്യ പെൻഷൻ, വൺ ഇന്ത്യ വൺ പെൻഷൻ. നിങ്ങളെവരെയും ഹൃദയപൂർവ്വം 29-ാം തീയതി ശനിയാഴ്ച അഭിസംബോധന ചെയ്തുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ കേരളത്തിന്റെ മുഴുവൻ വരുമാനവും നാം ഓരോരുത്തരും നൽകുന്ന ജയ് ജയ് ഓയ് ഓജി. തുല്യനീതി സിന്ദാബാദ്. തുല്യ പെൻഷൻ സിന്ദാബാദ്. നീതിക്കായി പോരാടാം, അവകാശത്തിന് പോരാടാം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ തന്നെയുള്ളൂ. സമയം നോക്കാതെ, ദിവസം നോക്കാതെ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച് ലോകത്തിന്റെ വിശപ്പടക്കുവാൻ കൃഷിഭൂമിയിൽ എല്ലുമുറിയെ പണി ചെയ്ത് ലോകത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ നാടിനെ സംരക്ഷിച്ചു പോകുന്ന, നാടിനെ തീറ്റിപ്പോറ്റി പോകുന്ന കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഇതര മേഖലയെ പണിയെടുക്കുന്നവർക്കും മാന്യമായി രാജ്യത്തിൽ ജീവിച്ചു തീർക്കുവാൻ, ജീവിക്കുവാൻ വേണ്ടി സർക്കാർ നൽകുന്ന ജീവനാശം പെൻഷൻ നമ്മുടെ അവകാശമാണ്. അവരുടെ ഔദാര്യങ്ങൾ പെൻഷൻ ജീവിക്കുവാൻ വേണ്ടിയാണ് ഇവരുടെ നമുക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആവശ്യം നേടിയെടുക്കുന്നതുവരെ സമ്പാദിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ സമ്മേളനം ഒരു രണ്ട് സംഖ്യയാക്കി തീർക്കുക. ജനകീയമായി സകല ജനവിഭാഗങ്ങളെ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം വൺ ഇന്ത്യ വൺ പെൻഷൻ. ശ്രീ അലക്സ് അതുപോലെ സാമുവൽ സാർ, അതുപോലെ
എത്തിച്ചേർന്നിട്ടുള്ള അർപ്പിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുകയാണ്. വൺ ഇന്ത്യ വൺ പെൻഷന് 19 മുതൽ ഈ കേരള സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് 60 വയസ്സ് കഴിഞ്ഞ സമര പരിപാടികൾ നടത്തിക്കൊണ്ട് നമ്മുടെ സർക്കാരുകളില് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തികച്ചും നിയമപരവും ഭരണഘടനാപരവും അത് നടത്തി ലഭിക്കേണ്ട ഒന്നുമാണെന്ന് ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ ഞങ്ങൾ ചോദിക്കുന്നത് ഔദാര്യമായിട്ടല്ല, ആരുടെയെങ്കിലും കാര്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നതല്ല. വൺ ഇന്ത്യ വൺ പെൻഷൻ ആവശ്യപ്പെടുന്ന 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പണിയെടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി മുതൽ കൂട്ടുന്ന വരുമാനം, പണിയെടുത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ആ വരുമാനത്തിന്റെ ഏതാണ്ട് 25% നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നികുതി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 10,000 രൂപയെങ്കിലും പെൻഷൻ അനുവദിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ അഥവാ OIOP മുന്നോട്ട് വയ്ക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, പാടത്തും പറമ്പത്തും കർഷകൻ പണിയെടുത്തില്ല എങ്കിൽ, കർഷക തൊഴിലാളികൾ പണിയെടുത്തില്ല എങ്കിൽ ഇവിടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാകട്ടെ, പ്രസിഡന്റാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, മറ്റു മന്ത്രിമാരാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, സാധാരണക്കാരാകട്ടെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇവിടെ കോവിഡ് മഹാമാരി ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തെ കർഷകരുടെ അധ്വാനപരമായിട്ട് ഇന്ത്യയുടെ ഗോഡൌണുകളെല്ലാം അരിയും ഗോതമ്പും ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു തിന്നുന്നതുകൊണ്ട് ഇവിടെ കോവിഡിന്റെ പ്രശ്നങ്ങളെ ഇന്ത്യയെ ബാധിച്ചില്ല. അതിവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെയോ മിടുക്ക് മാത്രമല്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പണിയെടുത്ത കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും അധ്വാനപരവും സംഭാവനയുമാണ് സുഹൃത്തുക്കളെ. അതുപോലെ നമുക്കറിയാം, ഇവിടെ മുട്ടുസൂചി മുതൽ മോട്ടോർ കാർ വരെ ഉണ്ടാക്കുന്നത് ഇവിടെ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. നമ്മൾ ഓടിക്കുന്ന വാഹനവും ഇത് ഓടുന്ന വഴിയും ഇവിടുത്തെ സാധാരണക്കാർ നിർമ്മിക്കുന്നതാണ്. ഞാൻ ചില കണക്കുകൾ വളരെ ശാന്തമായി പറയാം, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോ വ്യക്തികൾക്കും 10,000 രൂപ വെച്ച് എങ്കിലും പ്രതിമാസം വേണം എന്ന് ആവശ്യപ്പെടുന്നു. ആവശ്യം നല്ലതാണ്, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. 2022-23 പെൻഷന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നീക്കിവെച്ചത് 26,090.04 കോടി രൂപയാണ്. 23-24 അത് 25,644.24 കോടി രൂപയാണ്. 24-25 അത് 27,541.63 കോടി രൂപയാണ്. ഇനി അടുത്ത സാമ്പത്തിക വർഷം അതിന് വേണ്ടി വരുന്നത് 29,459.83 കോടിയാണ്. എന്താ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് എന്ന് ചോദിച്ചാൽ, പെൻഷൻ പറ്റുന്നവർ ചത്തുപോകുന്നില്ല, ദീർഘമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർവീസ് ജീവിച്ചിരുന്ന് ചെയ്യുന്ന 25 വർഷത്തെക്കാളും കൂടുതൽ പെൻഷന് ശേഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അതിനകത്തുള്ളത്. ഇത് 2025-26 ബഡ്ജറ്റിൻ്റെ പേജിൽ A12 പേജിൽ നിന്നുള്ള കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥ പെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നിലവിൽ ഇപ്പോൾ പെൻഷൻകാർ 5,49,948 പേരാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പെൻഷൻകാരുള്ളത്. നിലവിൽ ഈ പഴയ രീതിയിലുള്ള പെൻഷൻകാർ. പുതിയ പെൻഷൻകാർ ഇനി വരുന്ന പങ്കാളിത്ത പെൻഷൻകാർ വരാൻ പോകുന്നത് 1,77,355 പേരാണ്. എന്ന് പറഞ്ഞാൽ ആകെ 7,27,333
3 പേരിലേക്ക് ഈ പെൻഷൻകാർ വർദ്ധിക്കുക. അപ്പോൾ ഈ 25-26 പെൻഷന് വേണ്ടി വരുന്ന തുകയെന്ന് പറയുന്നത് 29.5 കോടി രൂപ, 29,459.83 കോടിയാണ്. ഏതാണ്ട് 30,000 കോടിയിൽ താഴെയുള്ള പണം 25-26 സാമ്പത്തിക വർഷത്തിൽ വേണം. ഏതാണ്ട് 7.25 ലക്ഷം പെൻഷൻകാരും ഉണ്ട്. അങ്ങനെ നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ആവറേജ് പെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 33,755 രൂപയാണ് ആവറേജ് പെൻഷൻ. ഈ വലുത് കുറവോട്ടൊക്കെ ഉള്ളത്. ഇത് കുറയ്ക്കാതെ നമ്മൾ ഈ പറയുന്ന കാര്യം നടക്കുകയില്ല. ഇത് കുറയ്ക്കാതെ നമ്മൾ ഈ പറയുന്ന കാര്യം നടക്കുകയില്ല. നമ്മളിത് മുന്നോട്ട് പറയുമ്പം ഇതൊരു 20,000 രൂപയായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ ആവറേജ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ ഒരു 20,000 കോടിക്ക് തീരുന്ന രീതിയിൽ കുറച്ചാൽ മാത്രം, എന്ന് പറഞ്ഞാൽ ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കാത്ത രീതിയിലാക്കിയാലേ. അപ്പം നമ്മളുടെ അനൗൺസ്മെൻറ്റ് വാഹനത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെൻഷൻ സമ്പാദിക്കാനുള്ളതല്ല, പെൻഷൻ ജീവിക്കാനുള്ളതാണ്. പെൻഷൻ ജീവിക്കാനുള്ള രീതിയിൽ ആയെങ്കിൽ അതിനനുസരിച്ച് താത്താ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യം ആത്യന്തികമായി നടപ്പാക്കാൻ പറ്റുള്ളൂ. ഈ സർക്കാർ സർവീസിൽ ഇരുന്ന സമയത്ത് നല്ലൊരു ശതമാനം ജോലിക്കാരുടെയും ജോലി ചെയ്യുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയാം. അവരൊരു 11 മണിയൊക്കെ ആകുമ്പോൾ പതുക്കെ ആടിപ്പാടി വന്നൊരു ചായ കുടിയും വെള്ളം കുടിയും ബീഡി വലിയും സീർട്ട് വലിയും ഒക്കെ കഴിഞ്ഞ് കുറച്ച് വർത്താനമൊക്കെ കഴിഞ്ഞ് 12:30 ആകുമ്പോൾ ചോറുണ്ണാൻ പോയിട്ട് ഒരു 2:30 ആകുമ്പോൾ കയറി വന്ന് 3:30 ആകുമ്പോൾ ബാഗും ഒക്കെ എടുത്ത് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനാണ് ഇത്രയും വലിയൊരു തുക പെൻഷൻ പോകുന്നത്. അത് നമ്മളുടെ എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ഇനി ഇന്ത്യയിലെ മൊത്തം ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഉള്ളത് കേരളത്തിലാണ്. 250 യൂണിറ്റിന് തമിഴ്നാട്ടിലുള്ളത് 405 രൂപയാണ്. 250 യൂണിറ്റിന് തമിഴ്നാട്ടിലുള്ളത് 405 രൂപ. നമ്മുടെ ഇവിടെ എത്രയാണെന്നറിയോ? 1292 രൂപ. തമിഴ്നാട്ടിലുള്ളതിൻ്റെ 3 ഇരട്ടി. ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളത് നമുക്കാണ്. വെള്ളം ഈ പെയ്ത് ഫ്രീ ആയിട്ട് ഒഴുകിപ്പോകുന്ന വെള്ളം മുഴുവൻ നമ്മുടെ പൈസയിൽ ഉണ്ടാക്കിയ ഡാം, നമ്മുടെ പൈസയിൽ ഉണ്ടാക്കിയ ജനറേറ്റർ, നമ്മുടെ പൈസയിൽ ഉണ്ടാക്കിയ പോസ്റ്റ്, നമ്മുടെ പൈസയിൽ ഉണ്ടാക്കിയ ലൈന്, മീറ്റർ, വീട്ടിലിരിക്കുന്ന മീറ്റർ വരെ നമ്മുടേതാണ്. അതിൻ്റെ വാടക നമ്മൾ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പോലും ഇവിടെ വൈദ്യുതിക്ക് 250 യൂണിറ്റിന് 1292 രൂപ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നിട്ട് നമ്മുടെ നാട്ടിൽ കടവാണ്. ഇനി തമിഴ്നാട്ടിൽ ഓർഡിനറി ബസ്സിന് 5 രൂപയേ ഉള്ളൂ 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. നമ്മുടെ ഇവിടെ 2.5 കിലോമീറ്റർ പോകണമെങ്കിൽ 10 രൂപയാണ്. ഇനി നമ്മുടെ കാറും കൊണ്ടൊക്കെ പോകുമ്പം വഴിയിലുള്ള ടോൾ ഗേറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളതിൻ്റെ 4 ഇരട്ടിയായി ഇവിടുത്തെ ടോൾ ചാർജ്. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 30 രൂപയ്ക്ക് 20 കിലോമീറ്റർ പോകാവുമ്പോൾ നമുക്ക് 30 രൂപയ്ക്ക് അല്ല 60 രൂപയ്ക്ക് 10 കിലോമീറ്റർ പോകാൻ പറ്റുള്ളൂ. എല്ലാം കൂടുതലാണ് വരുന്നത്. ഇനി സർക്കാർ ഇന്ത്യയിൽ വ്യക്തികളിൽ നിന്ന് പിരിച്ച പണത്തിൻ്റെ ഒരു കണക്ക് പറയാം. ഇച്ചിരി കണക്കാവുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ശാന്തമായിട്ട് പറഞ്ഞു പോകുന്നത്. 3,34,60,661 പേരിൽ നിന്നാണ് 2022-23 സർക്കാർ നികുതി പിരിച്ചത്. ഒരാളുടെ നിന്ന് പിരിച്ചത് എത്രയാണെന്നറിയോ? 20,795 രൂപ. 2022-23 കാലഘട്ടത്തിൽ 3.34 കോടി ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പോലും സർക്കാർ പിരിച്ചത് 20,795 രൂപയാണ് മലയാളികളുടെ കയ്യിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയുടെ കയ്യിൽ നിന്ന് 57 രൂപ.
മഹാരാഷ്ട്രയിൽ അത് 20,455, കർണാടകത്തിൽ അത് 18,862. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 18,635, ആന്ധ്രയിൽ 17,182, ഗുജറാത്തിൽ 16,962. ഇങ്ങനെ താഴോട്ട് വന്ന ത്രിപുരയിൽ 6,158 രൂപ. സർക്കാർ പിരിക്കുന്ന നികുതിയാണ് ഓരോ വർഷവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്ന സ്ഥലമാണ് കേരളം. എന്ന് പറഞ്ഞാൽ ദേശീയ ശരാശരി എന്ന് പറഞ്ഞാൽ 13,022 ഉള്ളപ്പോൾ നമ്മുടെ ഇവിടെ പിരിക്കുന്നത് 20,795 രൂപയാണ്. മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരിക. നമ്മുടെ വിഷയത്തിൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ പെൻഷൻ മേടിക്കുന്നത് 50,42,044 പേരാണ്. ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ഡിമാൻഡ് വെക്കുന്നത് ഈ 50,42,044 പേരുടെ കാര്യമാണ് നമ്മൾ കണക്കും പ്രകാരം ഡിമാൻഡ് വെക്കുന്നത്. അതാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ ഇല്ലാത്ത മലയാളികൾ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ലൈവായിട്ട് ഏതാണ്ട് 6,41,655 പേരുണ്ട്. എനിക്ക് ഈ കണക്ക് കിട്ടുന്ന സമയത്ത് പുതിയ ആൾക്കാരെ വല്ലതും കയറ്റിയിട്ടുണ്ടെങ്കിൽ കുറയും. പെൻഷൻകാർ 7.25 ലക്ഷമുണ്ട്. 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ 7.25 ലക്ഷം പെൻഷൻകാരുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഏതാണ്ട് 13.25. രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയ 15 ലക്ഷമുണ്ട്. നമ്മുടെ ജനസംഖ്യ എത്രയാ? 3,60,00,000. ഈ 3,60,00,000 10 ലക്ഷത്തോളം പീക്കിരി പിള്ളേരാണ്. അത് പോട്ടെ, ആധാർ കാർഡൊക്കെ എടുക്കാൻ ക്യാമറയുടെ മുമ്പിൽ ഫോക്കസ് ചെയ്യാൻ തല നേരെ നിൽക്കാത്ത കുഞ്ഞു പീക്കിരി പിള്ളേരൊക്കെ ആയിരിക്കും. അതെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി 3.5 കോടി ജനത്തിൽ 15 ലക്ഷമാണ് അധികാരവർഗം. 15 ലക്ഷം. ഈ 15 ലക്ഷം അധികാരവർഗം കഴിഞ്ഞ 4 വർഷം കൊണ്ട്, ശ്രദ്ധിക്കണേ, 3.5 കോടി അധികാര വർഗം കഴിഞ്ഞ 4 വർഷം കൊണ്ട് ചെലവാക്കിയത് 14 ലക്ഷം കോടി രൂപയാണ്. നമ്മളിതിൻ്റെ മർമ്മത്തിലേക്ക് വരിക. 14 ലക്ഷം കോടി, കൃത്യം പറഞ്ഞ 13,53,264 ലക്ഷം കോടി. 14 ലക്ഷം കോടി. 14 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എന്തേരം വലിപ്പം ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയാമോ? നിങ്ങൾക്ക് അതിൻ്റെ ഊഹം പിടി കിട്ടുമോ? നമുക്ക് 14 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഞാൻ വേദിയിലുള്ളവരോട് ചോദിക്കട്ടെ, 14 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം എത്രയുണ്ടെന്ന്. ഞാൻ അതിനെ ഇങ്ങനെ ഒരു പറയാം. 1 ഏക്കർ സ്ഥലത്തിന് 10 ലക്ഷം രൂപ വിലയുണ്ടെന്ന് കൂട്ടിക്കോ. 10 ലക്ഷം രൂപ വിലയിട്ട് 1 ഏക്കർ മേടിക്കുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാനയുടെ പകുതി, ഇത്രയും സ്ഥലത്തുള്ള മുഴുവൻ സ്ഥലവും കൂടെ മേടിക്കാൻ ഈ 14 ലക്ഷം കോടി മതി. അതിൻ്റെ വലിപ്പം കണ്ടോ? ഈ 14 ലക്ഷം കോടിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ കേരളം 10 ലക്ഷം ഏക്കറുണ്ട് മൊത്തം സ്ഥലം. തമിഴ്നാട്ടിൽ 32 ലക്ഷം ഏക്കറുണ്ട്. പിന്നെ കർണാടകത്തിൽ 47 ലക്ഷം ഏക്കറുണ്ട്. ആന്ധ്രയിൽ 39 ലക്ഷം ഏക്കറുണ്ട്. തെലുങ്കാന 28. അപ്പൊ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാനയുടെ പകുതി, അത്രയും കിടക്കുന്ന സ്ഥലം 10 ലക്ഷം രൂപ വെച്ച് ഏക്കറിന് മേടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കേരളത്തിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത തുക ഇതാണ്, 14 ലക്ഷം കോടി. ഈ 14 ലക്ഷം കോടിയുടെ 1% പണമാണ് ഈ 1,600 രൂപ വെച്ചുള്ള പെൻഷനായിട്ട് ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞതും കുറെയൊക്കെ കൊടുത്തു. 9 വർഷം മുമ്പ് ഗവൺമെന്റ് കയറി വരുമ്പോൾ പറഞ്ഞതാ 2,500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന്. കഴിഞ്ഞ ഇലക്ഷനിലും പറഞ്ഞു കളിപ്പിച്ചു. ഈ ഇലക്ഷനിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവും അറിയത്തില്ല. അപ്പോ ഈ 14 ലക്ഷം കോടി രൂപയിൽ നമ്മൾ ഡിമാൻഡ് വെക്കുന്നത് 50,42,044 പേർക്ക് മാസം 10,000 രൂപ വേണമെന്നാണ്. അതല്ലേ കണക്ക്? 50,42,044 പേർക്ക് മാസം 10,000 രൂപ വേണമെങ്കിൽ
5043 കോടി രൂപ ഒരു മാസം വേണം. 5043 കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഈ പറയുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ 10,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കണമെങ്കിൽ വർഷം 60,000 കോടി രൂപ വേണം. വർഷം 60,000 കോടി. വർഷം 60,000 കോടി എടുത്ത് പെൻഷൻ കൊടുക്കണമെങ്കിൽ വളരെ സമൂലമായൊരു മാറ്റം ഉണ്ടാകണം. ഒന്ന്, ഇതിന് ഇച്ഛാശക്തി ഉണ്ടാകണം. നമ്മളെ ഭരിക്കുന്നവരെ നോക്കിക്കേ, കാര്യം കൈയൊക്കെ അടിച്ചാലും ചെറുപ്പക്കാരെ പോലെ നടന്നാലും എല്ലാവരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറയാം, ജോസ് കെ മാണി. കണ്ടാൽ ചെറുപ്പക്കാരനാണ്, പക്ഷെ അയാൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 60, 63, 64 വയസ്സുണ്ട്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്നതാ? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10,000 രൂപ വെച്ച് കൊടുക്കണം. ഈ ഭരിക്കുന്നവന്മാരെല്ലാം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാ. 60 മുതൽ 80 വരെ. അതിൽ താഴെയുള്ളവർ വളരെ ചുരുക്കുക. അപ്പൊ ഒന്നാമത് ഇത് ചെയ്യണേ എന്നാ ചെയ്യണം? നല്ല ഇച്ഛാശക്തി വേണം. കാരണം 60,000 കോടി രൂപ വർഷം മാറ്റി വെക്കണം ഈ കാര്യം നടക്കണമെങ്കിൽ. 14 ലക്ഷം കോടിയാണ് 4 വർഷം കൊണ്ട് ഇവരും ചെലവാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.25 ലക്ഷം കോടി. 3.25 ലക്ഷം കോടിക്കകത്ത് 60,000 കോടി മാറ്റി വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ചെയ്യും? അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുകയും റാലി നടത്തുകയും പറയുകയും മാത്രം ഒന്നും ചെയ്താൽ ഇത് നടക്കുകയില്ല. കാരണം ഇത്രയും വലിയ ഒരു സംവിധാനം രാഷ്ട്രീയക്കാർ ചെയ്യല. അപ്പൊ ഇവിടെ എങ്ങനെയാ ചെയ്യിക്കാൻ പറ്റുന്നെന്ന് ചോദിച്ചാൽ, ഈ പെൻഷന്റെ ഗുണഭോക്താക്കൾ 50,42,000, ഏതാണ്ട് 50.5 ലക്ഷം ആളുകളുണ്ട്. ഈ 50.5 ലക്ഷം ആളുകളെ നമ്മൾ ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 50.5 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ 36,000 വോട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ 36,000 വോട്ട് ഇപ്പം നിലവിൽ നാട്ടിലുമുണ്ട്. ഒരു മണ്ഡലത്തിൽ 36,000 വോട്ട് നമുക്കുണ്ടെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് ഇത് പറയുന്നത്. ലോക്സഭാ മണ്ഡലത്തിൽ 22.5 ലക്ഷം വോട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന പ്രായക്കാർക്ക്. നിയമസഭാ മണ്ഡലത്തിൽ 36,014 വോട്ട് വെച്ചുണ്ട്. ലോക്സഭാ മണ്ഡലത്തിൽ 2,52,102 വോട്ടുണ്ട്. ഇത് ശക്തമായിട്ട് സംഘടിക്കാതെ ഡിമാൻഡ് ചെയ്യാതെ ഇത് കിട്ടില്ല. ശക്തമായി നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ നമ്മളിങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടെ പോരുമ്പോൾ ആർക്കും നമ്മളെ കൊണ്ടൊരു ശല്യമില്ല. നമ്മൾ റാലി തുടങ്ങിയപ്പോൾ ഒരു പോലീസ് വണ്ടി അതിലൂടെ വന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മളിവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കുറെ വയസ്സന്മാർ സൈഡിൽ കൂടി ഇങ്ങനെ കൊടിയായിട്ട് പൊക്കോളും എന്ന് മനസ്സിലായതുകൊണ്ട് പോലീസ് വണ്ടിയുടെ വഴിക്ക് പോയി. ഇത് തന്നെയാണ് രാഷ്ട്രീയക്കാർക്ക് നമ്മളോടുള്ള മനോഭാവം. ഈ മനോഭാവം മാറ്റിയെടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എങ്ങനെ മാറ്റിയെടുക്കും? ഇതിപ്പം പറയാൻ പറ്റിയ സമയമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയം. നമുക്ക് രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞു, രാഷ്ട്രീയം ഒന്നും വേണ്ട. പക്ഷെ ഈ കാര്യം ശക്തമായി ഉന്നയിക്കാനുള്ള സമയമായത്. അടുത്ത 6 മാസം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനോട് വരും. ആ സമയത്തൊക്കെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ബലം കാണിക്കാൻ പറ്റിയാൽ മാത്രമേ ഇത് നടപടിയാവും. കാരണം 60,000 കോടി രൂപ വർഷം വേണ്ട കാര്യമായത്. പറഞ്ഞാൽ പോരല്ലോ, എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇടണ്ടേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രഷർ ചെയ്യാനുള്ള വഴി ഉണ്ടാവണം. ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുള്ളെന്ന് പറയാൻ പറ്റുന്ന ഒരു ബലത്തിലേക്ക് മാറിയാൽ മാത്രമേ ഇത് നടപടി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉണ്ടാവില്ല. ഇനി ഉദ്യോഗസ്ഥന്മാരുടെ
ഇതിനേക്കാളും ഒക്കെ വലിയൊരു സംവിധാനം കൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, അന്യായ അഴിമതി. ഈ അഴിമതി കൂടെ നിർത്തിയാൽ മാത്രമേ ഇത് നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സമൂലമായ ഒരു മാറ്റം വേണം. ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു വാർത്ത കേട്ടോ, കേരളത്തില് മലയാളികൾ മൊത്തം ഉള്ളത് 3,60,00,000. അത് 10 ലക്ഷം പീക്കിരി പിള്ളേരാ, ഒരു 3-4 വയസ്സിന് താഴെയുള്ളവർ. കേരളത്തിൽ ഇപ്പൊ ആധാർ കാർഡ് എത്രയുണ്ടെന്ന് അറിയാവോ? 4,10,00,000. 3.5 കോടി മലയാളി ഉള്ളപ്പോൾ 4,10,00,000 ആധാർ കാർഡ്. അതാരാത്? ഭായിമാർക്ക് 60 ലക്ഷം ആധാർ കാർഡ് ഉണ്ടാക്കിയിരിക്കുക. ആധാർ കാർഡ് എന്തിനാ? മലയാളിക്ക് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടപ്പം ഭായിമാർക്ക് ആധാർ കാർഡ് എത്രയാണെന്നറിയാവോ? നമ്മൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50,42,044 പേര് നമ്മളുള്ളപ്പോ 60 ലക്ഷം ഭായിമാർക്ക് ഓട്ടം. എങ്ങോട്ടായി കളി പോകുന്നു നോക്കിയേ. അതുകൊണ്ട് നമ്മൾ പ്രായമുള്ളവർ ഇനി വെറുതെ ഇരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ യുവത്വത്തിന് ഈ നാട്ടിൽ ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവും. 60 ലക്ഷം ഭായിമാർക്ക് വോട്ട് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ ആധാർ കാർഡ് കൊടുത്തിരിക്കുക. ഇപ്പൊ ഈ SIR പൂർത്തിയാകുമ്പോൾ നോക്കിയോ, ഈ 60 ലക്ഷം വെളിയിൽ പോകും. 1,07,00,000 SIR കയറ്റി കഴിഞ്ഞപ്പം ലോഡ് ചെയ്തപ്പം 3 ലക്ഷം ഭായിമാർ അപ്രത്യക്ഷമായി. ഇപ്പൊ നാട്ടിൽ കോൺട്രാക്ടർമാരുടെ ഒക്കെ വിഷമം എന്നാണെന്നറിയാവോ? വരുന്ന മാസം ജനുവരി പകുതിയോടെ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളിയെല്ലാം നാടുവിടും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ആധാർ കാർഡ് പിടിക്കപ്പെടും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് പോലും നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശക്തമായ പ്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ OAP നേതാക്കന്മാരോട് പറയട്ടെ, പ്രഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ കാര്യങ്ങൾ മാറ്റിയാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു പഞ്ചായത്തിന്റെ ഒരു വാർഡിൽ 219 പേരുണ്ട്. നമ്മൾ 219 പേര് വോട്ട് ചെയ്താൽ പോരെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ? അപ്പൊ ഇനി അത് അങ്ങോട്ട് മാറണം കാര്യങ്ങൾ. 219 പേര് ഒരു പഞ്ചായത്തിന്റെ ഒരു വാർഡിൽ നമ്മുടെ ഈ കണക്കും പ്രകാരം വീതിച്ച് വന്ന ആളുണ്ട്. 23,000-ഓളം വാർഡുണ്ട് കേരളത്തിൽ. അപ്പൊ അതിനുള്ള രീതിയിലേക്ക് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കൊടിയും പിടിച്ച് ശാന്തമായിട്ട് നടന്ന് ചായയും കുടിച്ച് വണ്ടിയും വിളിച്ച് പോയി തീരുള്ളൂ. ഇതിന്റെ രീതി മാറണം. ഇവിടെ 5,000 പേരുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റിനെ വിറപ്പിക്കുന്നു. 50 ലക്ഷം ആളുണ്ടായിട്ട് നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പിള്ളേരോടൊക്കെ പറയട്ടെ, അവര് 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു, ഫോണെ പണിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിലോട്ട് വരും. നമ്മുടെ നാട്ടില് വിഷമില്ലാത്ത ഭക്ഷണമില്ല, അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കണ്ടമാനം വരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കണ്ടമാനം ആളുകൾ പോകേണ്ടി വരുന്നു. ഈ സാഹചര്യം എല്ലാം ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ സമൂലമായ പൊളിച്ചെഴുത്തുണ്ടാവണം. സമൂലമായ പൊളിച്ചെഴുത്ത്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ച് 2-3 കാര്യമുണ്ട്. നമുക്ക് ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം 50 വയസ്സിന് മുകളിലുള്ളവരാ, 90% 60 വയസ്സിന് മുകളിലുള്ളവരാ. നമ്മളിനി പേടിച്ചിട്ടൊന്നും കാര്യമില്ല. ജീവിതത്തിൽ ഒന്ന് മരിക്കും എപ്പോഴേലും. ശക്തമായ നിലപാടുകൾ എടുക്കാൻ പറ്റണം. വീട്ടിൽ കയറി വരുന്ന രാഷ്ട്രീയക്കാരോട് പറ, ഇത് തന്നില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു തുടങ്ങും. എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ യുവമാർക്ക് മനസ്സിലാകും കളി മാറിയിട്ടുണ്ട്, ഇതൊരു ന്യായമായ കാര്യമായി മാറുന്നു. തന്നെ വല്ല സംഘടന ഇതിന് ഒത്ത രീതിയിൽ കാര്യങ്ങൾ മാറ്റി ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് ഏറ്റവും താഴെ തട്ടിച്ചെന്ന് അങ്ങനെ മനസ്സിലായാൽ മാത്രമേ ഈ 10,000 രൂപ വെച്ച് നമുക്ക് തരാൻ പറ്റുള്ളൂ. പരിഷ്കൃത രാജ്യങ്ങളിൽ, അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ അവിടുത്തെ ഗവൺമെന്റ് മൊത്തത്തിൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രീതിയിൽ ഒരു 40,000-50,000 രൂപ മാസം വേണം അങ്ങനെ വ്യക്തികളെ സംരക്ഷിക്കാൻ. അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടാൻ പറ്റും.
പക്ഷേ ചെതറ് നിന്നാൽ പറ്റിയല്ല. ചെതറ് നിന്നാൽ അവർക്കത് രാഷ്ട്രീയക്കാർ ഊരിപ്പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അമേരിക്കയെ ചികിത്സിക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയുണ്ട്. ഈയിടെ നമ്മുടെ ധനമന്ത്രിക്ക് 2 ലക്ഷം രൂപ എടുത്ത് അനുവദിച്ചു കൊടുത്ത് ആൻജിയോഗ്രാം ചെയ്യാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്യാം, എന്നിട്ടും അനുവദിച്ചു കൊടുത്തു. അപ്പം അവർക്കൊക്കെ അത് പറ്റുമെങ്കിൽ, അവരതുപോലെ നമ്മുടെ ജനത്തെയും കൂടെ കാണുന്നെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഒരു നിർഭാഗ്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ജനത്തെ കാണില്ല. അവർ കാണുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ്. ഈ 3,35,00,000 ജനത്തിനെ അധികാരവർഗം കാണുന്നില്ല. അവർ കാണുന്നത് 15 ലക്ഷം അധികാരവർഗത്തിനെയാണ്. ഈ 3,35,00,000 ജനത്തിനെ കാണുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തിനെ തിരിച്ചു മറിച്ച് കൊണ്ടുവന്നാലേ രക്ഷയുള്ളൂ. ഒറ്റ കണക്കൂടെ പറയാം, 2,90,00,000 അടുത്താണ് നിലവിൽ വോട്ടർമാരുള്ളത് കേരളത്തിൽ. അതിനകത്തൊരു ഈ ഭായിമാർക്ക് വോട്ട് കൊടുത്തത് മിക്കവാറും ഒരു 60 ലക്ഷം വെളിയിൽ പോവുകയാണെങ്കിൽ 2,30,00,000 വരും. ഈ 2,30,00,000 നമ്മൾ 60 വയസ്സിന് മുകളിൽ, എനിക്ക് 60 വയസ്സില്ല, എന്നാലും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിൽക്കേണ്ട പോലെ നിന്നാൽ ഇനി പേടിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയും, സമയം ഒത്തിരി ആയതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയും ചെയ്യുന്നു. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. ഞാൻ നിങ്ങളുടെ എല്ലാം അറിവോടും സമ്മതത്തോടും കൂടെ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.